ഇടിച്ചക്കയ്ക്ക് ഉത്തരേന്ത്യയിലും നേപ്പാളിലും ആവശ്യക്കാരേറിയതോടെ കേരളത്തിൽ ചക്കവില ഉയർന്നു. തിരുവനന്തപുരം, കൊല്ലം ജില്ലകളിൽ നിന്ന് ഒരു ദിവസം 100 മുതൽ 200 ടൺ വരെ ഇടിച്ചക്ക കയറ്റിവിടുന്നുണ്ട് എന്നാണ് ഇവിടെ കിട്ടുന്ന വിവരം. തെക്കൻ കേരളത്തിൽ പാകമായ ചക്കയ്ക്ക് കിലോഗ്രാമിന് 35 മുതൽ 45 രൂപ വരെ വിലയുണ്ട്. ചക്കയുപ്പേരി അതായത് ചിപ്സ് അടക്കമുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്നവർക്ക് ലഭിക്കുന്ന വിലയാണിത്. കഴിഞ്ഞ വർഷം 15 മുതൽ 20 രൂപ വരെയായിരുന്നു വില. 10 കിലോഗ്രാമുള്ള ചക്കയ്ക്ക് 400 രൂപയിലേറെ കൊടുക്കേണ്ടി വരുന്നതിനാൽ ചിപ്സ് നിർമ്മാണ യൂണിറ്റുകളെ ബാധിച്ചിട്ടുണ്ട്. ഡിസംബർ മുതൽ ഫെബ്രുവരി വരെയുള്ള മാസങ്ങളിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട ജില്ലകളിലാണ് ചക്ക വിളഞ്ഞു പാകമാകുന്നത്. ഈ സമയത്ത് വടക്കൻ ജില്ലകളിൽ ഇടിച്ചക്ക പരുവത്തിലാവുന്നതേയുള്ളൂ. ഇത്തവണ പൊതുവെ ഉൽപ്പാദനം കുറവുണ്ട്. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളുടെ വിപണി സജീവമായതും വില ഉയരാൻ കാരണമായി. മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാണ് ചക്കയെ വിപണിയിലെ കേമനാക്കിയത്. പൾപ്പ് ഉണ്ടാക്കുന്ന സംരംഭങ്ങൾ വന്നതോടെ കുഴച്ചക്കയ്ക്കും ആവശ്യക്കാരേറെയാണ്. കുഴച്ചക്കയുടെ മൃദുവായ ചുളകൾ ഐസ്ക്രീം, ജാം, ഹൽവ, സ്ക്വാഷ് എന്നിവയുടെ നിർമ്മാണത്തിന് പൾപ്പ് രൂപത്തിൽ വൻതോതിൽ ഉപയോഗിക്കുന്നുണ്ട് ഇപ്പോൾ. മുൻപ് ഇത്തരം പൾപ്പുകൾക്കായി മറ്റ് സംസ്ഥാനങ്ങളെ ആശ്രയിച്ചിരുന്ന പല കമ്പനികളും ഇപ്പോൾ കേരളത്തിലെ പ്രാദേശിക യൂണിറ്റുകളെയാണ് സമീപിക്കുന്നത്. കയറ്റുമതി വർദ്ധിച്ചതും വീഗൻ ഭക്ഷണങ്ങളോടുള്ള പ്രിയവും ചക്കവില ഉയരാൻ കാരണമായിട്ടുണ്ട്. ഇപ്പോൾ പ്ലാവിൻ്റെ എണ്ണം ഗണ്യമായി കുറഞ്ഞിട്ടുണ്ട്. ബഡ് ഇനം തൈകൾ നടുന്നതിനാൽ വലിപ്പം കുറഞ്ഞ ചക്കയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. ഇതുവരെ വീഡിയോ പൂർണ്ണമാകുന്നു. ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ. താങ്ക് യു.